പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലേക്കുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കർത്താവ് വിളിച്ചു വേർതിരിച്ചപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തനാക്കി. നമ്മെ ദൈവം പ്രാപ്തരാക്കി. എന്തിന് പ്രാപ്തരാക്കി? ദൈവ മക്കൾക്കുള്ള അവകാശത്തിന് വേണ്ടി, ദൈവം ഒരുക്കുന്ന നന്മയ്ക്ക് വേണ്ടി നമ്മെ പ്രാപ്തരാക്കി. പലപ്പോഴും നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ പഠിത്തം കൊണ്ട് നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത ചില നന്മകൾ പ്രാപിപ്പാൻ നമ്മെ അവൻ യോഗ്യരാക്കി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി. വിശുദ്ധന്മാർക്ക് ദൈവരാജ്യത്തിൽ, ദൈവിക രാജ്യത്തിൽ ചില അവകാശങ്ങളുണ്ട്. അതിനുവേണ്ടി ദൈവം പ്രാപ്തി നൽകി. നിങ്ങൾക്കറിയാം, പാപികളായ നാം ഹല്ലേലൂയ അന്ധകാരത്തിനും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിനും അത്രേ അവകാശികൾ. എന്നാൽ ദൈവം അവിടെ നിന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ട് പറയുന്നു, നമ്മെ ഹല്ലേലൂയ പുത്രന്മാർക്കുള്ള അവകാശത്തിന് നമ്മെ യോഗ്യന്മാരാക്കി. എങ്ങനെ യോഗ്യന്മാരാക്കി? തിരുവചനം നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നമ്മെ പ്രാപ്തരാക്കിയത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ഗുണം കൊണ്ടോ അല്ല, അത് ദൈവത്തിൻ്റെ കൃപയാലേ അത്രേ. ഹല്ലേലൂയ. ഇതിനൊന്നും നമ്മൾ സ്വയം നമ്മുടെ അധ്വാനം കൊണ്ടോ കഴിവ് കൊണ്ടോ നേടിയതല്ല. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പാപം ചെയ്ത് എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ തൻ്റെ പുത്രൻ്റെ ചോരയാൽ നമ്മെ വീണ്ടെടുത്തു. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ദൈവം മുമ്പാകെ നീതീകരിപ്പാൻ ഒന്നുമില്ല. ന്യായപ്രമാണത്താൽ എല്ലാ ജഡവും ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടത്തില്ല, മറിച്ച് അവരെ ശിക്ഷയ്ക്ക് യോഗ്യരായി തീരുകയത്രേ ചെയ്യുന്നത്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം വിലയ്ക്ക് വാങ്ങി ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവരാക്കി തീർത്തു. എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മയും അവൻ ഉയർപ്പിച്ചു. മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിക്കും അനുസരണക്കേടിൻ്റെ ഹല്ലേലൂയ അധികാരത്തിനും ഹല്ലേലൂയ ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഹല്ലേലൂയ ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ദൈവജനം ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും അനുസരിച്ച് അവന് കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ സ്നേഹസ്വരൂപനായ പുത്രൻ നമ്മെ വിടുവിച്ചപ്പോൾ ആ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് ഹല്ലേലൂയ നമ്മെ വെളിച്ചത്തിൻ്റെ അവകാശത്തിന് യോഗ്യന്മാരാക്കി തീർത്തു. ഹല്ലേലൂയ. കർത്താവായ യേശു കർത്താവിനെ ഹല്ലേലൂയ രക്ഷിതാവായി നാം ഹൃദയത്തിൽ സ്വീകരിച്ച് വാഗുണ്ട് ഏറ്റുപറയുമ്പോൾ നാം ദൈവമക്കളായിത്തീരും. യോഹന്നാൻ 1:12 ഹല്ലേലൂയ അതാ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 3:3 പറയുന്നു, വീണ്ടും ജനിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തെ ഹല്ലേലൂയ അവകാശികളായിത്തീരും. ഹല്ലേലൂയ ജലത്തിലും ആത്മാവിലും സ്നാനപ്പെടുമ്പോഴും നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് രാവിലെയും നമുക്ക് കിട്ടുന്ന പ്രാപ്തിക്ക് ഹല്ലേലൂയ ഒന്നാമത്തെ ഘടകം അതാ, നാം ദൈവമക്കളായിത്തീരുക. നാം ദൈവമക്കളായിത്തീരുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കൾക്കുള്ള അധികാരവും അവകാശവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. തിരുവചനത്തിൽ ഒത്തിരി അവകാശങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അത് പ്രാപിക്കുവാനുള്ള പ്രാപ്തി, അത് നേടുവാനുള്ള പ്രാപ്തി ഹല്ലേലൂയ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളാകുക എന്നതത്രേ. 2 ആത്മാവിൽ നിറയുക. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവ് നടത്തുന്ന ഏത് വ്യക്തിയും ദൈവത്തിൻ്റെ ആത്മാവാ. എന്നിട്ട് തുടർന്ന് പറയുന്നു, ഹല്ലേലൂയ നാം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നാം ഹല്ലേലൂയ കർത്താവിൻ്റെ കൂട്ടവകാശികളാണ്. ഹല്ലേലൂയ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. അവനോടുകൂടെ ഹല്ലേലൂയ ഈ ലോകത്തിൽ കഷ്ടമനുഭവിച്ചെങ്കിൽ നിശ്ചയമായി തേജസ്കരിക്കപ്പെടും. അവൻ്റെ സന്നിധിയിലെ എല്ലാ നന്മയ്ക്കും നമ്മെ യോഗ്യന്മാരാക്കി
ഹല്ലേലൂയ ദൈവവചനം നമ്മെ തീർക്കും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഒന്നാമത് നാം ചിന്തിച്ചതുപോലെ വീണ്ടും ജനിക്കുക, ദൈവമക്കളായി തീരുക. 2, ദൈവ ആത്മാവിനാൽ നിറയപ്പെടുക. 3, കർത്താവിൻ്റെ വചനം അനുസരിച്ച് വചനം വായിക്കുക. വചനം വായിച്ചു കഴിയുമ്പോൾ വചനം നമ്മെ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. നമുക്ക് ക്രിസ്തുവിലുള്ള അവകാശത്തെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കും. ഇന്ന് രാവിലെ സമയത്തും നമുക്കും ധൈര്യത്തോടൊന്ന് പറയാൻ സാധിക്കണം, ഹല്ലേലൂയ, കർത്താവ് ഒരുക്കിയ നന്മയുണ്ട്. ആ നന്മയ്ക്ക് ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ ദൈവമേ നീ മതിയായവനാകുന്നു എന്ന് ദൈവത്തോടൊന്ന് വിളിച്ചു പറയണം. അതിനുവേണ്ടിയാണ് നാം വചനം വായിക്കുന്നത്, വചനം ശ്രദ്ധിക്കുന്നത്. കാരണം ഈ വചനം നമ്മിലൂടെ ഫലമുണ്ടാക്കും. നമ്മിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധം തരിക മാത്രമല്ല, അത് പ്രാപിപ്പാനുള്ള വഴികളെ നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും നമ്മെ വിളിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. 3 കാര്യങ്ങൾ: 1, നാം വീണ്ടും ജനിക്കുക; 2, നാം ആത്മാവിൽ നിറയുക; 3, നാം ദൈവവചനത്താൽ വഴി നടത്തപ്പെടുക. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിലുള്ള അവകാശത്തെ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകും. കർത്താവിൻ്റെ ഹല്ലേലൂയ രാജ്യത്തിലുള്ള എല്ലാ നന്മയും എല്ലാ അനുഗ്രഹവും ഒരു ദൈവ പൈതലിന് പ്രാപിക്കുവാൻ അങ്ങനെ അവനെ പ്രാപ്തനാക്കും. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നമുക്ക് സ്തോത്രം പറയാം. അവനൊരുക്കിയ നന്മകളെ പ്രാപിക്കാം. അത് പ്രാപിക്കുവാനുള്ള പ്രാപ്തി ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. അവൻ്റെ മക്കളെന്ന അവകാശത്തിൽ നമുക്കത് നേടിയെടുക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.